നമസ്കാരം, ഞാൻ സനൽകുമാർ ശശിധരൻ. ഒഴിവു ദിവസത്തെ കഴിയുന്ന സിനിമയുടെ സംവിധായകനാണ്. എനിക്ക് തോന്നുന്നത് ഇനി ഇത്തരം അവാർഡുകളിൽ വിശ്വസിച്ചിട്ട് കാര്യമില്ല. അവാർഡിന് ഒരു വലിയ പരിമിതിയുണ്ട്. അവാർഡിനേക്കാളും എനിക്ക് സന്തോഷം തോന്നുന്ന ഒരു കാര്യം, സെൻസർ ബോർഡ് എന്ന് പറയുന്ന സംഗതി തന്നെ സർട്ടിഫിക്കറ്റ് ചെയ്യാൻ കൊടുക്കാം എന്നുള്ളതല്ലാതെ ഈ പറയുന്ന സിനിമകളെ ഇത് കട്ട് ചെയ്യൂ അത് കട്ട് എന്ന് പറയാനുള്ള യാതൊരു അധികാരവും ഇല്ലാത്തൊരു ബോർഡാണ്. ന്യൂഡിറ്റി എന്ന് പറയുന്നത് അശ്ലീലമാണെന്നുള്ളൊരു പൊതുവായ ചിന്തയിൽ നിന്ന് മാറി ചിന്തിക്കാനെങ്കിലും പറ്റുള്ളൂ. ആ കഥ വായിച്ച ആളുകൾ പലരും ചോദിച്ചിട്ടൊരു ചോദ്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതെങ്ങനെ സിനിമയാക്കാൻ പറ്റും. എൻ്റെ ഒരു റീഡിംഗ് ആണ് ഞാൻ സിനിമയാക്കിയിട്ടുള്ളത്. എന്റെ ഒരു ചെറിയൊരു കോൺഫിഡൻസ് പ്രശ്നവും ഉണ്ട് താരം ഉപയോഗിക്കാതിരിക്കുന്നതിന്റെ ഒരു കാരണം. പല കാര്യങ്ങളും എനിക്ക് അങ്ങനെ വിശദീകരിച്ചു കൊടുക്കാൻ പറ്റാറില്ല. അങ്ങനെ എല്ലാവരും സിനിമ എടുക്കണ്ട. സിനിമ എടുക്കുന്നത് വളരെ കുറച്ച് പേര് മാത്രം എടുത്താൽ മതി. എല്ലാവരും സിനിമ എടുത്തോട്ടെ, എന്താ കുഴപ്പം? അതൊക്കെ മൊത്തത്തില് സിനിമയ്ക്ക് ദോഷമേ ചെയ്യുള്ളൂ. ആ കഥ വായിച്ച ആളുകൾ പലരും ചോദിച്ചിട്ടൊരു ചോദ്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതെങ്ങനെ സിനിമയാക്കാൻ പറ്റും, ഇത് വളരെ ചെറിയ കഥയല്ലേ, ഇതിൽ സിനിമയുണ്ടോ എന്നൊക്കെയാണ് ചോദിച്ചിരുന്നത്. പക്ഷെ എനിക്കത് വായിക്കുമ്പോൾ എനിക്ക് തോന്നുന്നത്, അത് ഞാൻ വായിക്കുന്നത് ആ കഥ മാത്രമല്ല വായിക്കുന്നത്, ഞാൻ ആ കഥയ്ക്കുള്ളിൽ നമ്മൾ കണ്ടെത്താവുന്ന കുറേ ജീവിതങ്ങളുണ്ട്. നമ്മുടെ ലൈഫുണ്ട്, നമ്മുടെ സമൂഹ ജീവിതമുണ്ട്, രാഷ്ട്രീയമുണ്ട്, അരാഷ്ട്രീയതയുണ്ട്, അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ അതിനകത്ത് തന്നെ ഉണ്ട്. അതിൻ്റെ ഒരു ഇന്റർപ്രിട്ടേഷനാണ്, എൻ്റെ ഒരു റീഡിംഗ് ആണ് ഞാൻ സിനിമയാക്കിയിട്ടുള്ളത്. ഞാൻ എപ്പോഴും പറയുന്ന ഒരു കാര്യമാണ്, അത് കഥയല്ല സിനിമയുടെ ശരിക്കും. സിനിമ കഥ നമ്മൾ ഉപയോഗിക്കുന്നു എന്നേ ഉള്ളൂ. സിനിമ എന്ന് പറയുന്നത് കഥയെ ഉപയോഗിച്ചുണ്ടാക്കുന്ന വേറൊരു കലാവസ്തുവാണ്. അപ്പോൾ ഈ കഥ വായിച്ചിട്ട് ഈ കഥ തന്നെ അപ്പടി പദാനുപദം സിനിമയാക്കി തർജ്ജമ ചെയ്ത് കഴിഞ്ഞാൽ അതിൽ വളരെ കുറച്ച് കാര്യമേ ഉള്ളൂ. എല്ലാവരും നോക്കുന്നതെന്ന് വെച്ചാൽ ഈ കഥയിൽ എങ്ങനെ ഷോർട്ട് ഡിവൈഡ് ചെയ്യാൻ പറ്റും, ഇതെങ്ങനെ സിനിമയാക്കാം, എത്ര നീളമുള്ള ഷോട്ട് ഉണ്ടാക്കാൻ പറ്റും എന്നൊക്കെയാണ് ആളുകൾ പൊതുവെ നോക്കുന്നത്. പക്ഷെ ഞാൻ അതിന്റെ കണ്ടന്റ് മാത്രം, അതിന്റെ ആ കഥയുടെ ഒരു ആത്മാവ് ഇങ്ങെടുത്തു. ബാക്കിയുള്ളതൊക്കെ ഞാൻ എന്റേതായ രീതിയിൽ ഞാൻ സൃഷ്ടിച്ചു. അങ്ങോട്ട് മാറ്റാൻ നമുക്കൊരു കാര്യം ചെയ്യാം, നമുക്കൊരു കളി കളിക്കാം. ഓരോ കഥാപാത്രത്തിനും ഓരോരോ രൂപം എൻ്റെ മനസ്സിൽ നേരത്തെ ഉണ്ടായിരുന്നു. ഇന്നയാളിങ്ങനെ ഇരിക്കണം, അയാളുടെ പെരുമാറ്റം ഇതായിരിക്കും, അയാളുടെ ഹിസ്റ്ററി ഇതായിരിക്കും എന്നുള്ള ആ കഥയിലുള്ളതിനേക്കാളും അങ്ങനെ ഒരു സംഗതി എനിക്ക് ഉണ്ടായിരുന്നു. അപ്പോൾ ഞാൻ അങ്ങനെ ആലോചിക്കുമ്പോൾ എനിക്ക് കുറേ സുഹൃത്തുക്കളുണ്ട്, പലരെയും ഞാൻ കണ്ടിട്ടുണ്ട്. ചിലരൊക്കെ നേരത്തെ അഭിനയിക്കണമെന്ന് ആഗ്രഹം പ്രകടിപ്പിച്ചിട്ടുള്ള ആളുകളാണ്. പിന്നെ ചിലരെ അല്ലാതെ ഞാൻ തേടി കണ്ടുപിടിച്ചു. അപ്പോൾ അങ്ങനെ എൻ്റെ ഒരു ഇൻഡ്യൂഷൻ്റെ പുറത്താണ് ഇയാള് സ്യൂട്ട് ആവും എന്നുള്ള രീതിയിലാണ്, അല്ലാതെ ഒരു സ്ക്രീൻ ടെസ്റ്റോ അങ്ങനെയൊന്നും നടന്നിട്ട് പോലും ഇല്ല. എന്നെ സംബന്ധിച്ച് അവാർഡിന് ഒരു വലിയ പരിമിതിയുണ്ട്. അവാർഡ് എന്ന് പറയുന്നത് 2 or 3 ആളുകൾ ചേർന്നിരുന്ന് തീരുമാനിക്കുന്ന അവരുടെ തീരുമാനമാണ് ശരിക്കും അവാർഡ് എന്ന് പറയുന്നത്. അപ്പോൾ അത് എത്രമാത്രം നമുക്ക് വിശ്വസിക്കാമെന്നോ അല്ലെങ്കിൽ അതിന് എത്രമാത്രം ആധികാരികതയുണ്ടോ എന്നോ ഒക്കെ ഉള്ളത് കാലം തീരുമാനിക്കേണ്ട കാര്യമാണ്. ആദ്യത്തെ സിനിമയ്ക്ക് അവാർഡ് കിട്ടി, രണ്ടാമത്തെ സിനിമയ്ക്ക് അവാർഡ് കിട്ടി എന്ന് പറയുമ്പോൾ ആളുകൾക്ക് തോന്നുന്നത് തന്നെ ഇതൊരു അവാർഡ്, എന്തോ അവാർഡിന് വേണ്ടി എടുത്തിട്ടുള്ള ഒരു സിനിമയാണ്. അതുകൊണ്ട് നമ്മളിപ്പോൾ ഫോമുല സിനിമ എന്നൊക്കെ പറയുന്നത് പോലത്തെ ഒരു ഫോമുലയ്ക്ക് ഒപ്പിച്ച് ചെയ്തുകൊണ്ട് അവാർഡ് കിട്ടിയെന്ന് വിചാരിക്കാം. പക്ഷേ സമൂഹത്തെ സ്വാധീനിക്കുന്ന ഒരു കലാസൃഷ്ടി എന്ന് പറയുന്നത്, അപ്പോൾ അതിന് കുറച്ചുകൂടി വാല്യൂ ഉണ്ട് എന്നാണ് എൻ്റെ ഒരു വിശ്വാസം. സിനിമ കണ്ടതിന് ശേഷം പലരും പറയുന്ന വാക്കുകളുണ്ട്. അവർ തന്നെ വെളിയിൽ മറ്റുള്ള ആളുകളോട് പറയുന്നു, അവർ തിയേറ്ററിലേക്ക് ആളെ കൊണ്ടുവരുന്നു. ഇതുവരെ ഇല്ലാത്ത രീതിയിൽ ഇത്തരം സിനിമയ്ക്ക് വേണ്ടി ഒരു കൂട്ടം ആളുകൾ തിയേറ്ററിലേക്ക് വരുന്നു എന്ന് പറയുമ്പോൾ അതൊരു വലിയ മാറ്റമാണ്. ആ മാറ്റത്തിന് സിനിമ കാരണമായി എന്നുള്ളതാണ് എനിക്ക് ഏറ്റവും കൂടുതൽ സന്തോഷമുള്ളത്. അവാർഡിനേക്കാളും എനിക്ക് സന്തോഷം തോന്നുന്ന ഒരു കാര്യം, ഈ നമ്മൾ കണ്ടുവന്നിരുന്ന ഒരു പരിസ്ഥിതി കുറച്ച് മാറി എന്നുള്ളതാണ്. എനിക്ക് തോന്നുന്നത് ഇനി ഇത്തരം അവാർഡുകളിൽ വിശ്വസിച്ചിട്ട് കാര്യമില്ല. അവാർഡുകളല്ല വിശ്വസിക്കേണ്ടത്. നമ്മുടേതായ സിനിമകൾക്ക് ഓഡിയൻസ് ഉണ്ട്.
ഓഡിയൻസ് ഉണ്ടെന്ന് നമ്മൾ നേരത്തെ തോന്നിയിട്ടുണ്ടായിരുന്നു. ഇപ്പൊ എന്റെ സിനിമ ശരിക്കും പ്രൂവ് ചെയ്ത ഒരു കാര്യമാണ്, നമ്മുടെ സിനിമയ്ക്ക് ഓഡിയൻസ് ഉണ്ട്. കുറച്ചുകൂടി ഇപ്പം ഞങ്ങളുടേതായ പരിമിതിയിൽ നിന്നുകൊണ്ടാണ് ഞങ്ങളിത് റിലീസ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ ആഷിഖ് അബു അതിനെ സപ്പോർട്ട് ചെയ്യാന്ന് പറഞ്ഞു. ആഷിഖ് അബു അവതരിപ്പിക്കുന്ന ഒരു ലേബിൾ ഉണ്ട് എന്നുള്ളതല്ലാതെ ഇതിന്റെ ഇൻഫ്രാസ്ട്രക്ചർ ഒന്നുമില്ല. ഞങ്ങൾക്ക് പരസ്യം കൊണ്ട് അങ്ങനെ നാടിളക്കാൻ പറ്റിയിട്ടില്ല. അപ്പോൾ ഓഡിയൻസ് ഉണ്ടെങ്കിൽ ഓഡിയൻസിനെ ഡിപ്പെൻഡ് ചെയ്താൽ മതി. നമ്മുടെ തരത്തിലുള്ള സിനിമ എടുത്താൽ മതി, ആ ഓഡിയൻസ് ഒന്ന് കണ്ടോളും. ഇല്ലെങ്കിലുള്ള പ്രശ്നം എന്ന് പറഞ്ഞാൽ നമ്മൾ സിനിമ എടുക്കുന്നത് ആർക്ക് വേണ്ടിയാണെന്ന് ചോദിച്ചാൽ അവാർഡിന് വേണ്ടിയാണ്. അവാർഡ് കിട്ടിക്കഴിഞ്ഞാൽ നമ്മൾ KSFDCയുടെ തിയേറ്റർ കിട്ടിയാലേ ഓടിക്കാൻ പറ്റുള്ളൂ, അല്ലെങ്കിൽ KSFDC തെറി പറയണം, അല്ലെങ്കിൽ അവാർഡ് കിട്ടിയില്ലെങ്കിൽ അവരെ തെറി പറയണം. അതിൻ്റെ ഒന്നും ആവശ്യമില്ല. സ്ക്രിപ്റ്റ് ചെയ്തിരുന്നെങ്കിൽ ഒരുപക്ഷെ ഈ സിനിമ ഇങ്ങനെ ആവില്ലായിരുന്നു. സ്ക്രിപ്റ്റ് എന്ന് പറയുമ്പോൾ ഞാൻ തന്നെ ഒരു റൂമിലിരുന്ന് എഴുതുന്ന ഒരു സംഗതിയാണ്. അപ്പോൾ പല കഥാപാത്രങ്ങൾ ഉണ്ടായിരിക്കും. പല കഥാപാത്രങ്ങളുടെയും ഡയലോഗ്സും അവരുടെ ചേഷ്ടകളും ഒക്കെ ഞാൻ തന്നെയാണല്ലോ എഴുതുന്നത്. അപ്പോൾ അതിൻ്റെതായ പരിമിതികളുണ്ട്. ഞാൻ എഴുതുന്നത് അവർ അതേപോലെ പറഞ്ഞു ഫലിപ്പിക്കാനും പ്രവർത്തിക്കാനും ഒക്കെ നിർബന്ധിതരാകും. ഞാൻ വിചാരിച്ചത് എനിക്ക് വേണ്ട ഒരു സംഗതി അവരിലൂടെ തന്നെ പുറത്തു കൊണ്ടുവരാനാണ് ഞാൻ കരുതിയത്. അപ്പോൾ അവരോട് ഞാൻ പറഞ്ഞത്, നിങ്ങൾ അഭിനയിക്കേണ്ട, നിങ്ങൾ പെരുമാറിയാൽ മതി എന്നായിരുന്നു അവരോട് പറഞ്ഞിരുന്നത്. അത് നന്നായിട്ട് അവർ ചെയ്യുകയും ചെയ്തു. അതായിരുന്നു ഇപ്പൊ സിനിമ നമ്മൾ കാണുമ്പോൾ പറയുന്നുണ്ടല്ലോ, ഇത് ഭയങ്കര റിയലിസ്റ്റിക് ആണെന്ന് തോന്നുന്നതിന്റെ ഒരു കാരണം അവരുടെ ബിഹേവിയർ ആണ്. അവരങ്ങനെ ബിഹേവ് ചെയ്തതുകൊണ്ടാണ്. ആദ്യം ഞാൻ ഈ കഥ ചോദിക്കുന്നത് ശരിക്കും എനിക്ക് അവാർഡൊക്കെ കിട്ടുന്നതിന് മുൻപും ആദ്യത്തെ സിനിമ വരുന്നതിന് മുൻപും ഒക്കെയാണ്. അന്ന് എനിക്ക് ആകെയുള്ള ഒരു അഡ്രസ്സ് എന്ന് പറയുന്നത് ഫ്രോഗ് എന്ന ഷോർട്ട് ഫിലിം ചെയ്തു, ആ ഷോർട്ട് ഫിലിമിന് അവാർഡ് കിട്ടി എന്നൊക്കെ ഉള്ളതാണ് എൻ്റെ ആകെ ഒരു അഡ്രസ്സ്. അത് കഴിഞ്ഞിട്ടാണ് ഞാൻ ചോദിക്കുന്നത് അദ്ദേഹത്തോട്. അപ്പോൾ അദ്ദേഹം പറഞ്ഞത് ഇത് എങ്ങനെ സിനിമയാക്കാൻ പറ്റും, ഇതൊരു നിങ്ങൾ ഷോർട്ട് ഫിലിമാണോ ഉദ്ദേശിക്കുന്നത് എന്നായിരുന്നു അദ്ദേഹത്തിൻ്റെ ചോദ്യം. കാരണം ചെറിയ കഥയാണല്ലോ, അത് ആരൊക്കെ നാടകമാക്കിയിട്ടുണ്ട് ആദ്യം. അത് തന്നെ ഈ കഥ മാത്രമല്ല നാടകമാക്കിയിരിക്കുന്നത്, അദ്ദേഹത്തിന്റെ ഒരു കഥാസമാഹാരത്തിലെ മുഴുവൻ കഥകളും എടുത്തിട്ടാണ് നാടകമാക്കിയിരിക്കുന്നത്. അപ്പോൾ അദ്ദേഹം എന്നോട് ചോദിച്ചു, അങ്ങനെ വല്ലതാണോ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്? അപ്പം ഞാൻ പറഞ്ഞു, അല്ല, എൻ്റെതായ ഡിഫറെൻ്റ് ആയിട്ടുള്ള ഒരു രീതിയിലാണ് ഞാനത് ട്രീറ്റ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നതെന്ന് പറഞ്ഞു. പിന്നെ ഒരിക്കൽ എന്നോട് പറഞ്ഞു, സ്ക്രിപ്റ്റ് എന്ന് എഴുതിയിട്ട് എന്നെ ഒന്ന് കാണിക്കണം എന്ന് പറഞ്ഞു. അത് കഴിഞ്ഞിട്ടാണ് ഒരാൾ പൊക്കം വരുന്നത്. ഒരാൾ പൊക്കത്തിന് അവാർഡ് കിട്ടി, മികച്ച സംവിധായകനുള്ള അവാർഡൊക്കെ കിട്ടി. പിന്നെയും ഞാൻ ഈ സിനിമ ചെയ്യുന്നില്ല, വേറെ സ്ക്രിപ്റ്റ് എഴുതിയിട്ട് ഞാൻ ആ സിനിമയായിട്ട് മുന്നോട്ട് പോകുമ്പോഴാണ് പെട്ടെന്ന് എനിക്കൊരു ഇപ്പം ചെയ്യേണ്ട ഒരു സിനിമയാണിത് എന്ന് തോന്നുന്നതും ഞാൻ അദ്ദേഹത്തെ ഒരു ദിവസം വിളിച്ചിട്ട് ഞാനത് ഇങ്ങനെ ചെയ്യാൻ പോവുകയാണ്, സ്ക്രിപ്റ്റ് ഒന്നും ഉണ്ടാവില്ല, അല്ലാതെയാണ് ചെയ്യുന്നത് എന്ന് പറഞ്ഞു. അപ്പോൾ അത് എന്നോട് പറഞ്ഞു, ഉടനെ ചെയ്യുകയാണെങ്കിൽ ചെയ്യൂ, കാരണം വേറെ ആരൊക്കെയോ ചോദിച്ചിട്ടുണ്ട് കഥ എന്ന് പറഞ്ഞു. ഞാനത് ഷൂട്ട് ചെയ്യുന്നതിൻ്റെ തലേദിവസമാണ് പുള്ളിയെ വിളിക്കുന്നത്. ഇതൊക്കെ കഴിഞ്ഞിട്ട് ആദ്യത്തെ റഫ് കട്ട് പുള്ളിയെ കാണിച്ചു. റഫ് കട്ട് കണ്ടപ്പം അദ്ദേഹം ആദ്യം പറഞ്ഞത് ഗംഭീരൻ സിനിമയാണ് എന്നാണ് പറഞ്ഞത്. ഒരു സാഹിത്യ സൃഷ്ടി എടുത്തിട്ട് നമ്മളൊരു വേറൊരു ഫോമിലേക്ക് മാറ്റുമ്പോൾ അതിന്നും കുറച്ചെങ്കിലും മുകളിലേക്ക് പോകണം, അല്ലെങ്കിൽ അതിനോടൊപ്പമെങ്കിലും നിൽക്കണം എന്നുള്ളൊരു സംഭവം എല്ലാവരിലും ഉണ്ട്. അത് വന്നു എന്ന് തോന്നുന്നു. അതാണ് എല്ലാവർക്കും ഉണ്ടായിട്ടുള്ളൊരു സന്തോഷം. സെൻസർ ബോർഡ് എന്ന് പറയുന്ന സംഗതി തന്നെ സർട്ടിഫിക്കറ്റ് ചെയ്യാൻ കൊടുക്കാം എന്നുള്ളതല്ലാതെ ഈ പറയുന്ന സിനിമകളെ ഇത് കട്ട് ചെയ്യൂ, അത് കട്ട് എന്ന് പറയാനുള്ള യാതൊരു അധികാരവും ഇല്ലാത്തൊരു ബോർഡാണ്. പിന്നെ അതിനകത്തിരിക്കുന്ന ആളുകൾ വളരെ ഒരു ഉദ്യോഗസ്ഥ മനോഭാവമായിട്ട് ഇരിക്കുന്ന ആളുകളാണ്. അവര് വിചാരിക്കുന്ന ഒരു കലാസൃഷ്ടി എന്നുള്ള നിലയിൽ ഒരു സംഭവത്തെ കണ്ടാൽ മാത്രമേ അതിന് ഈ പറയുന്ന കുറച്ച് ന്യൂഡിറ്റി എന്ന് പറയുന്നത് അശ്ലീലമാണെന്നുള്ള ഒരു പൊതുവായ ചിന്തയിൽ നിന്ന് മാറി ചിന്തിക്കാനെങ്കിലും പറ്റുള്ളൂ. അതല്ലെങ്കിൽ ന്യൂഡിറ്റി എന്ന് പറയുന്നത് ഭയങ്കര അശ്ലീലമാണ്, ഇത് കാണിക്കാൻ പറ്റില്ല എന്നാണ് അവർ പറയുന്നത്. ഈ സമ്പ്രദായം തന്നെ മാറിയാലേ പറ്റുള്ളൂ. അല്ലെങ്കിൽ ഒരു സിനിമയ്ക്ക് ഈ പറഞ്ഞ പോലെ അനുമതി കൊടുക്കും, അടുത്ത സിനിമയ്ക്ക് അനുമതി കൊടുക്കില്ല, ആ സിനിമ കോടതിയിൽ പോവും, അത് കഴിഞ്ഞിട്ട് വിധി സമ്പാദിച്ച് വരും, അതിന് അനുമതി കൊടുക്കും, വീണ്ടും വേറൊരു സിനിമ വരും. ഇതിങ്ങനെ തുടർന്നുകൊണ്ടിരിക്കും. ഇത് കുറെ കാലമായിട്ട് ഇത് നടക്കുകയാണ്. ഇപ്പൊ ചായം പൂശി വീടെന്ന് പറയുന്ന ഒരു സിനിമയ്ക്ക് ന്യൂഡിറ്റി ഉണ്ട് എന്ന് പറഞ്ഞിട്ട് ഒരു അനുമതി കൊടുത്തില്ല, കോടതിയിൽ പോയി കൊടുക്കാൻ പറഞ്ഞു, അവര് തന്നെ കൊടുത്തു. അടുത്ത സിനിമ വന്നപ്പോൾ ഒരു ബാക്ക് ന്യൂഡിറ്റി ഉണ്ടെന്ന് പറഞ്ഞിട്ട് അത് കൊടുക്കുന്നില്ല. ഇതിനൊരു പെർമനന്റ് ആയിട്ടുള്ള ഒരു സൊല്യൂഷൻ വേണം. അതല്ലാതെ ഓരോരുത്തർക്ക് തോന്നുന്ന രീതിയിൽ ഓരോന്നിനെ ഇന്റർപ്രിറ്റ് ചെയ്യാനും അതിനുള്ളൊരു ബോഡിയൊന്നും അല്ലല്ലോ ഇത് ഈ സംഭവം. അപ്പൊ എന്ത് ചെയ്യാം എന്ത് ചെയ്യരുത് എന്നുള്ളതെങ്കിലും ഒരു ധാരണ വേണം. ഇതിനകത്ത് അങ്ങനെ ഒരു ധാരണയില്ല, അതാണ് ഏറ്റവും വലിയ പ്രശ്നം.
ഞാൻ സിനിമയെ ഒരു ടോട്ടൽ ആർട്ടായിട്ടാണ് ഞാൻ കാണുന്നത്. അതിന്റെ തുടക്കം മുതൽ ഈവൻ അതിന്റെ മാർക്കറ്റിങ്ങിൽ പോലും ഞാൻ ഇടപെടുന്നത് പലരും വിചാരിക്കുന്നുണ്ടാവും, ഞാനും ഒരുപക്ഷെ അത് തന്നെ ആയിരിക്കും വിശ്വസിക്കുന്നത്, ഒരു നിർബന്ധിത സാഹചര്യമാണെന്നായിരിക്കും ഞാൻ വിചാരിക്കുന്നത്. പക്ഷെ എനിക്ക് കുറച്ച് മാറി നിന്ന് നോക്കുമ്പോൾ ഞാൻ വിചാരിക്കുന്നത് ഇത് മുഴുവനും ആ ടോട്ടൽ ആർട്ട് എന്നുള്ള എൻ്റെ ഒരു വിശ്വാസത്തിന്റെ ഭാഗമായിട്ടുണ്ടാവുന്നതാണ്. സിനിമ ഏത് കഥ എടുക്കണം, അത് എങ്ങനെ ഷൂട്ട് ചെയ്യണം, എത്ര രൂപ ചെലവാക്കണം, എന്നിട്ട് അത് അവസാനം എങ്ങനെ മാർക്കറ്റ് ചെയ്യണം എന്നുള്ള കാര്യങ്ങളിലൊക്കെ നമ്മുടേതായ ഒരു ഇൻപുട്ട്, ഒരു ചിന്ത വളരെയധികം സ്വാധീനിക്കുന്നുണ്ട്. പലരും പറയും ഇതിനകത്ത് ഈ ഒഴിവുസ്ഥ കളിയിൽ തന്നെ പലരും പറയും ലാഗുള്ള ചില സംഗതികളുണ്ട്, അതൊക്കെ തൂക്കി മാറ്റി കഴിഞ്ഞാൽ പ്രശ്നമില്ല എന്ന് പറയും. പക്ഷെ ഞാൻ പറയുന്നത് എൻ്റെ ആർട്ട് ആ ലാഗും കൂടി ചേർന്നിട്ടുള്ളതാണ്. അപ്പോൾ ആ ലാഗ് പക്ഷേ പ്രേക്ഷകനെ കുറച്ച് പ്രേക്ഷകരെ ഒന്ന് ബോറടിപ്പിച്ചേക്കും. പക്ഷെ ആ ബോറടി പോലും ആ സിനിമയുടെ ആസ്വാദനത്തിന്റെ ഭാഗമാണ് എന്നാണ്. അതിന്റെ എൻഡ് പോർഷനിലേക്ക് വരുമ്പോൾ നമുക്ക് പ്രേക്ഷകന് കിട്ടുന്ന ഒരു കിക്ക് ഉണ്ടല്ലോ, ആ കിക്ക് ഉണ്ടാക്കണമെങ്കിൽ ആദ്യത്തെ പോർഷനിലുള്ള ഒരു ലാഗ് ഇത്ര വേണം എന്നുള്ള ഒരു ചിന്തയിൽ നിന്നൊക്കെയാണ് അത്തരം നിർമ്മാണം വരുന്നത്. ഇപ്പം വിദേശത്ത് നിന്ന് വരുന്ന പല സിനിമകളും ഈ പറയുന്ന ഈ സിനിമയ്ക്ക് ലാഗ് ഉണ്ടെന്ന് വിമർശിക്കുന്ന ഒരുപാട് ആളുകൾ കുത്തിയിരുന്ന് കാണുകയും അത് ഭയങ്കര ഗംഭീരമാണെന്ന് പറയുകയും അതിനകത്തുള്ള രാഷ്ട്രീയം കുഴിച്ച് തോണ്ടിയിട്ട് സംസാരിക്കുകയൊക്കെ ചെയ്യുന്നത് കാണാം. ഇവര് പക്ഷെ നമ്മുടെ നാട്ടിൽ നിന്ന് ഒരു സിനിമ ഉണ്ടായി കഴിഞ്ഞാൽ അതിന് ഹിപ്പോക്രസിയാണെന്നും അത് പിന്നെ എന്താണ് നിലവാരമില്ലാത്തതാണെന്നൊക്കെ പറഞ്ഞ് വെറുതെ വിമർശിക്കുന്നതാണ്. ശരാശരി കൊമേഴ്സ്യൽ സിനിമ ഉണ്ടായാൽ പോലും അതൊരു ഗംഭീര സിനിമയാണെന്ന് പറഞ്ഞിട്ട് ഈ പറയുന്ന ആളുകളൊക്കെ വാഴ്ത്തും. അതിന്ന് മുകളിലേക്ക് പോകാൻ ശ്രമിച്ചു കഴിഞ്ഞാൽ അത് എന്തോ കള്ളത്തരമാണ്, ഇവന് പറ്റാത്തതാണ്, ഇവൻ എന്തോ നടിക്കുകയാണ് എന്നുള്ളൊരു ചിന്തയാണ് പലരുടെയിൽ നിന്നും വരുന്നത്. അതൊക്കെ മൊത്തത്തില് സിനിമയ്ക്ക് ദോഷമേ ചെയ്യുള്ളൂ. ഒരേ തരത്തിലുള്ള സിനിമ മാത്രം ഉണ്ടാവുകയും വേറെ തരത്തിലുള്ള സിനിമ ഉണ്ടായി കഴിഞ്ഞാൽ രണ്ടുപേരും തമ്മിലുള്ള ശത്രുതയാണെന്ന് പറയും. ഇപ്പോൾ കൊമേഴ്സ്യൽ സിനിമയും ആർട്ട് സിനിമ, രണ്ട് സിനിമ ഉണ്ടാവുന്നതിൽ ഒരു കുഴപ്പമില്ല. ഇവര് രണ്ടുപേരും തമ്മിൽ രണ്ട് സിനിമ ഉണ്ടാക്കുന്ന ആളുകൾ തമ്മിൽ എപ്പോഴും അടിയുണ്ടാക്കേണ്ട കാര്യവുമില്ല. അതിന്റെ സത്യത്തിൽ വേറെ വേറെ സിനിമകൾ ഉണ്ടാക്കുകയും വേറെ വേറെ ഓഡിയൻസ് ഉണ്ടാവുകയും ചെയ്യുന്നത് ഇവർ തമ്മിലുള്ള മത്സരമല്ല, ശത്രുത കുറയ്ക്കുകയുള്ളൂ. മത്സരം ഉണ്ടാവുമായിരിക്കും, നല്ലതാക്കാനുള്ള മത്സരം ഉണ്ടാവുമായിരിക്കും, ശത്രുത കുറയ്ക്കുകയായിരിക്കും ചെയ്യുന്നത്. ഇതിൽ എനിക്ക് തോന്നുന്നത് സാറിൻ്റെതായ ഒരു സിനിമയുണ്ട്. സാറ് വളരെ ആദ്യം മുതൽ തന്നെ സാറ് താരങ്ങളെ ഉപയോഗിച്ച് സാറിൻ്റെതായ സിനിമ ഒരു കോംപ്രമൈസും ഇല്ലാതെ ചെയ്ത ആളാണ്. അതുകൊണ്ട് തന്നെ സാറിന്റെ അത്രയും തരത്തിലുള്ള എൻ്റെ ഒരു ചെറിയൊരു കോൺഫിഡൻസ് പ്രശ്നവുമുണ്ട് താരം ഉപയോഗിക്കാതിരിക്കുന്നതിന്റെ ഒരു കാരണം. കാരണം ഞാൻ പറയുന്നത് അതുപോലെ തന്നെ അവരെ കൊണ്ട് ചെയ്യിക്കാൻ എന്നെ കൊണ്ട് പറ്റുമോ എന്നുള്ള ഒരു ചെറിയ ഫിയർ ഫാക്ടർ കിടപ്പുണ്ട്. കാരണം എനിക്ക് പല കാര്യങ്ങളും എനിക്ക് വിശദീകരിക്കാൻ പറ്റില്ല. എനിക്ക് തോന്നുന്ന കാര്യങ്ങൾ ഇതിങ്ങനെ വേണം എന്ന് പറയാൻ പറ്റും എന്നുള്ളതല്ലാതെ പല കാര്യങ്ങളും എനിക്ക് അങ്ങനെ വിശദീകരിച്ചു കൊടുക്കാൻ പറ്റാറില്ല. അപ്പൊ ഈ വിശദീകരിക്കാൻ പറ്റാത്തതുകൊണ്ട് തന്നെ ഇവർ എങ്ങനെ പെരുമാറുമെന്നും ഞാൻ പറയുന്നത് അതുപോലെ ചെയ്യുമോ എന്നുള്ള കാര്യത്തിൽ എനിക്കൊരു വലിയ ഒരു പേടിയുണ്ട്. സാറിന് അതുകൊണ്ട് ഒരിക്കലും ഉണ്ടാവില്ല. അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ കഴിയുന്നത്ര ഈ പറയുന്ന താരങ്ങൾ എന്ന് പറയുന്ന ഫാക്ടറിനെ ഒഴിവാക്കി നിർത്തുന്നത്. പക്ഷെ ഓരോ സിനിമ കഴിയുന്തോറും നമുക്കുണ്ടാകുന്ന ഒരു ഇതുണ്ടല്ലോ, മീഡിയത്തിലുണ്ടാകുന്ന ഒരു കൈയടക്കം, നമുക്കുണ്ടാകുന്ന ഒരു വിശ്വാസ്യത, അതൊക്കെ പലരെയും ഇപ്പോൾ നമ്മളിപ്പോൾ പറയുന്ന താരങ്ങൾ എന്ന് പറയുന്ന പലരും നല്ല സുഹൃത്തുക്കളായി മാറിയിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഒരു സുഹൃത്തിനോട് പറയുന്നത് പോലെ പല കാര്യങ്ങളും അവരോട് പറയാൻ പറ്റും. പക്ഷെ 1-2 സിനിമ കൂടി കഴിയുമ്പോൾ അവര് ഈ പറയുന്ന പോലെ ഒരു പ്രശ്നമില്ലാതെ വിശദീകരിക്കേണ്ട ആവശ്യമില്ലാതെ തന്നെ പലതും ചെയ്യാൻ തയ്യാറാവും. അത് നാളെ ഒരുപക്ഷെ അങ്ങനെ ആയിക്കൂടാന്നൊന്നും പറയാൻ പറ്റില്ല നമുക്ക്. എല്ലാവർക്കും ഇപ്പോൾ ആർട്ട് സിനിമ എന്ന് പറയുന്നത് ഒരു തട്ടിക്കൂട്ട് സിനിമയാണെന്നുള്ളൊരു രീതിയിലുള്ള ചിന്തയൊക്കെ വന്നു തുടങ്ങിയിട്ടുണ്ട്. പ്രത്യേകിച്ചും ഡിജിറ്റൽ സിനിമയുടെ കാലം ആയപ്പോൾ എല്ലാവരും സിനിമ എടുക്കുന്നു. അപ്പോൾ എല്ലാവരും സിനിമ എടുക്കുന്നതെന്ന് പറയുന്നത് എന്തോ പ്രശ്നമാണെന്നുള്ള രീതിയിലാണ്. ഒരു കാലത്ത് ബ്ലോഗിൽ എല്ലാവരും കവിത എഴുതുന്നു എന്ന് പറയുമ്പോൾ അതെന്തോ പ്രശ്നമാണെന്നുള്ള രീതിയിൽ ആളുകൾ ഭയങ്കരമായിട്ട് അതിനെ വിമർശിക്കുകയും അങ്ങനെ എഴുതാൻ പാടില്ല, എല്ലാ ദിവസവും കവിത എഴുതി കഴിഞ്ഞാൽ എന്തോ കുഴപ്പമുണ്ടാവും എന്നൊക്കെ പറയുന്നത് പോലെ അങ്ങനെ എല്ലാവരും സിനിമ എടുക്കണ്ട. സിനിമ എടുക്കുന്നത് വളരെ കുറച്ച് പേര് മാത്രം എടുത്താൽ മതി. എല്ലാവരും സിനിമ എടുത്തോട്ടെ, എന്താ കുഴപ്പം? സിനിമ എടുക്കുന്നതിൽ ഉണ്ടാവുന്ന കണ്ടന്റിൽ നല്ലത് മാത്രമല്ലേ സർവൈവ് ചെയ്യുള്ളൂ. അത് മാത്രം നോക്കിയാൽ പോരെ. ഒഴിവ് ദിവസത്തെ കളി സത്യത്തിൽ തിയേറ്ററിൽ എത്തുമ്പോൾ അത് എത്രമാത്രം സ്വീകരിക്കപ്പെടും എന്നുള്ള കാര്യത്തിൽ വളരെയധികം ആശങ്കകൾ പലർക്കും ഉണ്ടായിരുന്നു. എൻ്റെ സുഹൃത്തുക്കൾ തന്നെ ഇത് തിയേറ്ററിൽ എത്തിക്കാൻ വേണ്ടി ബുദ്ധിമുട്ടുന്ന സമയം കൊണ്ട് ഇന്റർനെറ്റിൽ റിലീസ് ചെയ്യുക,
കുറെ ആളുകൾ കാണും, കാശ് കിട്ടും എന്ന് ഉപദേശിച്ചിട്ടുണ്ടായിരുന്നു. അതെല്ലാം മാറ്റിവെച്ചുകൊണ്ടാണ്, അത്തരം ഉപദേശങ്ങളൊക്കെ മാറ്റിവെച്ചിട്ടുണ്ടാണ് സിനിമ തിയേറ്ററിൽ എത്തിക്കാൻ വേണ്ടി ശ്രമിച്ചത്. നമസ്കാരം.